എത്ര പ്രാവശ്യം എന്നാലും തുടച്ചാലും ഇത് പോകുന്നില്ല, അത്രയ്ക്കധികം ഉണ്ട്. അത്രയധികം വെള്ളം കയറുന്നുണ്ട് മൊബൈലിൽ. വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിലും എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ. ഓപ്പോസിറ്റ് ലൈറ്റപ്പാണ്. ഇവിടേക്ക് വന്നാൽ എനിക്കൊന്നും കാണാൻ പറ്റില്ല മോണിറ്ററിൽ. ഒരു ID വെച്ചങ്ങ് ഷൂട്ട് ചെയ്യാണ്. ഇവിടെ ചെന്നപ്പോൾ കുറച്ച് ഒരു ദിവസം മുഴുവൻ ഇങ്ങനെ കണ്ടിരിക്കും. കണ്ടോ? നല്ല ഫ്രെയിമല്ലേ? ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ കേരളത്തിലാണെന്നൊക്കെ തോന്നിപ്പോകൂല്ലേ? നയാഗ്ര വാട്ടർഫാൾസ് കാണണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ പിന്നെ നയാഗ്രയൊക്കെ എന്തായിരിക്കും? ടൈമിലേക്ക് പോകാം. വാ, എങ്ങനെയുണ്ട്? നൈസല്ലേ? സൂര്യൻ അങ്ങോട്ട് അടിക്കുന്നതുകൊണ്ട് ആ പച്ചപ്പിലേക്ക് വരുമ്പോൾ ഉണ്ടാവണ ഭംഗിയുണ്ടോ? എന്ത് രസമാണെന്ന് നോക്കി. സൂര്യനിലേക്ക് പോയി അങ്ങോട്ടൊക്കെ സ്റ്റിൽ ഔട്ടായി പോകും. നൈസല്ലേ? എൻ്റെ മുകളിൽ വിരിഞ്ഞിരിക്കുന്ന മരങ്ങൾ കണ്ടോ? ക്യാമറയിൽ കുറേ വെള്ളമൊക്കെ കയറിയിട്ടുണ്ട്. തുടച്ചാൽ ചിലപ്പോൾ നന്നാവും തോന്നുന്നു. നോക്കട്ടെ. നൈസല്ലേ? ആകാശത്തിൻ്റെ ഒരു നീലിമയുടെ ഒരു ഫീല് കണ്ടോ? എന്താ നൈസാ. ഞാൻ ഇവിടുന്ന് ഒരു നല്ലൊരു ഫ്രെയിം കാണിച്ചേട്ടെ നിങ്ങൾക്ക്.
കുറച്ചുകൂടി ബാക്ക് പോകണം, നല്ല ഫ്രെയിം കറക്റ്റായിട്ട് കിട്ടുള്ളൂ. നൈസല്ലേ നോക്കി. എപ്പോട്ടെ തിരിഞ്ഞു നോക്കിയാലും നൈസ് ഫ്രെയിമാണ്. അവിടെ ഒരു സാധനമുണ്ടേ, നമ്മളിതുവരെ കണ്ടിരുന്നു, പക്ഷേ എന്താ അവിടെ ഒരു കൂടാരം പോലെ കണ്ടോ, അവിടെ ഒരു കൂടാരം പോലെ കണ്ടോ. അതിലൊരു ദിവസം പോയി താമസിച്ച് എങ്ങനെ ഉണ്ടാവും? രസമല്ലേ? സൂര്യനിലേക്ക് ആ വെള്ളത്തുള്ളികളുടെ ഇതങ്ങനെ വീണിട്ടെ എവിടെ ഒരു രസമുള്ള ഫ്രെയിം ഉണ്ട്. കണ്ട നല്ല രസമല്ല എനിക്ക് ഫ്രെയിം. ഏതോ ചിത്രകാരൻ വരച്ചു വെച്ച പോലെ ഉണ്ടല്ലേ. ദൈവം എന്ന ചിത്രകാരൻ്റെ കലാവിരുതുകൾ. എത്ര മാർക്ക് കൊടുക്കാം പ്രകൃതിക്ക്? അധികം താഴേക്ക് കൊണ്ടുവരാൻ പറ്റില്ല, ആളുകൾ ഫുള്ളുള്ളതുകൊണ്ട്. അവരെ പ്രൈവസി നഷ്ടപ്പെടുത്താൻ പാടില്ലല്ലോ. എന്നെ ഫ്രെയിം നേற்று இல்லாத மாற்றம் என்னது, காற்று என் காதில் ஏதோ சொன்னது, இதுதான் காதல் என்பதா, இதுதான் வாழ்க்கை என்பതാ. വൈരമുത്തുവിൻ്റെ ആ വരികൾ ഇവിടെ വന്ന് നിന്ന് ചുമ്മാ ഓർക്കുമ്പോൾ എന്ത് രസമാണ്. അവിടെ ഒരു കുട്ടി വെള്ളച്ചാട്ടം കണ്ടാവോ? ഒരു കുട്ടി വെള്ളച്ചാട്ടം. ആളുകൾ ആഹ്ലാദം കൊണ്ട് കൂവുകയാണ് ഇവിടെ. അവരുടെ സന്തോഷത്തിന് നമ്മളൊന്നും പറയാൻ പറ്റില്ല, അത്രയധികം സന്തോഷമുണ്ട് അവർക്ക്. അതിൻ്റെ റീസൺ ഇതാണ്, മനസ്സ് വിട്ട് പറയാൻ. മനസ്സ് വിട്ട് പറയാൻ കിട്ടിയ ഒരവസരം അല്ലേ, ആഹ്ലാദിക്കാൻ പറ്റിയ ഒരവസരം. അവരുടെ മനസ്സുകൊണ്ട് എന്തൊക്കെയോ പറയണമെന്നുണ്ട്. അതെല്ലാം പ്രകൃതിയെ നോക്കി ആർത്ത് അട്ടഹസിക്കുന്നതാണ് ആ കേൾക്കുന്നത്. കാരണം എല്ലാം കേൾക്കാൻ പ്രകൃതിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളെ സന്തോഷിപ്പിക്കാനും നമ്മളെ സന്തോഷിപ്പിക്കാനും. ഇതിൽ കൂടുതൽ ഇവിടെ എന്ത് കാണിക്കാനാണ്? അത്രയധികം ഉണ്ട്. പിന്നെ ഒരു ദിവസം മുഴുവൻ ഇവിടെ നിന്ന് ഇത് കാണിച്ചാലും മടുക്കില്ല. കാരണം അത്രയ്ക്ക് മനോഹരമാണ്. ഇവിടുത്തെ കാഴ്ചകൾ. ഇനിയിപ്പോൾ ഒറ്റ കാര്യമുള്ളൂ, ഇറങ്ങി വന്ന അതേ പടികൾ ഇനിയും ഇവിടുന്ന് മുകളിലേക്ക് ചവിട്ടിക്കയറണം.
അതാണ് ഒരു നനഞ്ഞ് കുളിച്ച് രസമായിട്ടുണ്ട്. പക്ഷെ ഈ ഭംഗി സൂര്യൻ നമ്മുടെ കൂടെ വരുന്നുണ്ടോ? ഇവിടെയൊക്കെ വൈഡാണ് രസം. ഇനി ഒരു 10 മിനിറ്റ് മലകയറ്റമാണ്. മലകയറ്റം എന്ന് വെച്ചാൽ ഒരു 1.5 മലകയറ്റമാണ്. ഒരു 4 ദിവസം ഇതിൽ കൂടെ നടന്നാൽ ഉള്ള കൊളസ്ട്രോളും ഷുഗറൊക്കെ പോയി കിട്ടും. 2 മണിക്കൂർ ബാഡ്മിൻ്റൺ കളിക്കുന്ന ഫീലുണ്ട് ഒന്ന് കയറി ഇറങ്ങി കഴിഞ്ഞാൽ. എൻ്റെ പടി കാണിച്ചു തരട്ടെ. വേണ്ട, ഇതിങ്ങനെ കിടക്കും. അത് ഇങ്ങനെ മുകളിലേക്ക് പോകും. അകലെ ആൾക്കാർ നടന്നു തന്നെ ഉണ്ടാവും. അത്രയുണ്ട്. പിന്നെ ഒരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോൾ വെള്ളത്തിലൊക്കെ നനഞ്ഞ് ഒരു ചൂടൊക്കെ ഒന്ന് മാറിയില്ലേ. അപ്പോൾ ഈ പടികൾ കയറുമ്പോൾ അല്ലെങ്കിൽ ഈ വഴി കയറുമ്പോൾ വലിയ ചൂടൊന്നും അറിയത്തില്ല. ഇവിടെ സാധനമുണ്ട്. ഇത്രയും ദൂരം നടന്ന് കാണിച്ചത് ഇതിന് വേണ്ടിയിട്ടാണ്. ഞാൻ ആ താഴത്തുനിന്ന് പോലെ ശ്രദ്ധിക്കുകയാണ് ഈ ഭംഗി. കയറി പോകുമ്പോൾ നമ്മളത് എടുക്കും എന്ന വാശി ഉണ്ടായിരുന്നു. ആ വാശി അങ്ങ് സബലീകരിച്ചു. അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക്, അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നു. അപ്പോൾ യാത്ര ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ സ്ഥലം കാണാത്തവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കാണട്ടെ. ഇടയ്ക്കിടയ്ക്ക് അവരും അവരുടെ ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് എൻജോയ് ചെയ്യട്ടെ കേരളത്തിലെ അതിരപ്പള്ളിയിലെ ബ്യൂട്ടി. ഓക്കേ.